إلى حضرة روح نبيك مصطفى محمد صلى الله عليه وسلم وإلى حضرات روايا أصحابه البدريين والأحديين والخندقين والهنينيين والتبوكيين وسائر الصحابة والقرابة كلهم أجمعين وإلى حضرات أرواح مشايخنا وأساتذتنا ومصنفي هذا الكتاب رضي الله تعالى عنهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പ്രിയമുള്ള ഉമർ ഉസ്താദ് അവറുകളെ, നിങ്ങൾക്കൊരാഗ്രഹമുണ്ടായിരുന്നു ജമ്മിന്റെയും തൊയ്ഷയുടെയൊക്കെ ഒരു ക്ലാസ് നടത്തിത്തരണമെന്ന്. അത് എന്തായാലും നിങ്ങൾ എടുത്തു തരണമെന്നും പറയുന്നു. ഞാനത്ര വലിയൊരു ആലിമോ ഇതൊന്നും തിരിഞ്ഞ ആളൊന്നുമല്ല. എന്നാലും നിങ്ങളൊരു ആശ പങ്കുവെക്കുന്നതോടൊപ്പം ഇതിനെക്കുറിച്ചുള്ളൊരു പഠനം കൂടി നടത്തുക എന്ന ലക്ഷ്യത്തിൽ മാത്രം ഞാൻ ഈ ക്ലാസ് ആരംഭം കുറിക്കുകയാണെന്ന് മാത്രം. അപ്പോ ജമ്മ് രണ്ടാം ഭാഗമാണല്ലോ PDF-ലൂടെ വിട്ടു തന്നിട്ടുള്ളത്. രണ്ടാം ഭാഗത്തിലെ തുടക്കത്തിൽ സുബ്കി ഇമാം റളിയല്ലാഹു തആല രചിച്ചതാണല്ലോ ജമ്മുൽ ജവാമി. അതിന്റെ അധ്യായത്തും കാണുന്ന തഖ്സീസു എന്ന് പറയുന്ന ഒന്നാണ്. തഖ്സീസ് എന്ന് പറഞ്ഞാൽ അതൊരു മസ്തറാണല്ലോ. എന്തിന്റെ മസ്തറായിട്ട് വരാം? ഖസ്വസ എന്ന ബീന്റെ മസ്തറായിട്ട് വരുന്ന ഒന്നാണ് തഖ്സീസ്. ഖസ്സ ഏതർത്ഥത്തിന് വരുന്നതാണ്? ബിമഅന ഖസ്വ. ഖസ്സ എന്ന അർത്ഥത്തിന് വരുന്ന ഖസ്സയുണ്ട്. ആ ഖസ്സയുടെ മസ്തറാണ് തഖ്സീസ് എന്ന് പറയുന്നത്. അവിടെ ഇതൊക്കെ വിശദീകരിക്കേണ്ട ആവശ്യം ഇപ്പൊ എന്താ? ആ തഖ്സീസോ ഖസ്റുൽ ആമി അല ബഅദി അഫ്റാദിഹി എന്നുണ്ടെങ്കിൽ മുസന്നിഫ് പോയാൽ പോരായിരുന്നോ? അതവിടെ വിശദീകരിക്കേണ്ടത് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ വിശദീകരിച്ചത്. തഖ്സീസ് ഇന്നതിന്റെ മസ്തറായിരിക്കെ ഖസ്സന്റെ മാനയുടെ കൂടുതൽ അർത്ഥമുണ്ട്. ഖസ്സയിൽ അർഫുകൾ കൂടുതലുണ്ട്. ഖസ്സയിൽ അക്ഷര കുറവാണ്. അക്ഷരങ്ങൾ കൂടുന്നതിനനുസരിച്ച് അർത്ഥം കൂടി വരണ്ടേ? അങ്ങനെയാണല്ലോ അറബി ഗ്രാമറിൽ കണ്ടുകൊണ്ടിരിക്കാറുള്ളത്. എങ്കിൽ ഇവിടെ അതില്ല. ഇവിടെ പദങ്ങൾ കൂടിയതിനെ കൊണ്ട് അർത്ഥം കൂടുന്നില്ല. അതുകൊണ്ടാണ് ഹസ്സന്റെ അർത്ഥക്കുള്ള അതേ ഖസസ എന്ന് പറയാൻ കാരണമുണ്ടായി. ശരി, അപ്പൊ ഇനി തഖ്സീസ് എന്നാൽ എന്താകുന്നു എന്നല്ലേ? ഖസ്റുൽ ആമി അലാ ബഅദി അഫ്റാദിഹി എന്ന ഒരു ആം, എല്ലാ ഫർദുകളെയും ഉൾപ്പെടുത്താൻ പറ്റുന്നൊരു പദമല്ലേ ആം? എല്ലാം അതിൽ വന്നു ചേരും. ആ വന്നു ചേരാൻ പറ്റുന്ന ആ ആമിനെ ചിലതിന്റെ മേലിൽ ചുരുക്കുക. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ അതിന്റെ തഫ്സീൽ കാണാം. ബി അല്ലാ യുറാദ മിൻഹുൽ ബഅദുൽ ആഖറു. ആ ഫർദുകളിൽ ആമിന്റെ ഫർദുകളിൽ നിന്ന് മറ്റു ഫർദുകളെ ഉദ്ദേശിക്കപ്പെടാതിരിക്കുക എന്ന കാരണം കൊണ്ടാണ് ചില ഫർദുകളുടെ മേലിൽ അഫ്രാദുകളുടെ മേലിൽ ആമിനെ ചുരുക്കുക എന്ന് പറയുന്നത്. ഈ പറഞ്ഞത് സാദിഖാവുമല്ലോ, പറയാൻ പറ്റുമല്ലോ. ബിൽ ആമിൽ മുറാദി ബിൽ ഖുസൂസ് കൽ ആമിൽ മഖ്സൂസ്. തഖ്സീസ് നൽകപ്പെട്ട ആം എന്ന് പറയുന്നത് പോലെ ഖുസൂസിയത്തിനെ ഉദ്ദേശിക്കപ്പെടാൻ പറ്റുന്ന ആം എന്ന് ഇബാറത്തിട്ടാലും ഈ പറഞ്ഞത് സാധ്യമാകും എന്ന് മുസന്നിഫ് വിശദീകരിക്കുകയാണ്. പിന്നെ അദല മുസന്നിഫ് തെറ്റി, ഇബാറത്ത് മാറ്റിയിട്ടു. കമാ ഖാല മുസന്നിഫ് പറഞ്ഞ പോലെ തന്നെ എന്തിനെ തൊട്ട് തെറ്റി? അൻ ഖൗലി ഇബ്നുൽ ഹാജിബ്, ഇബ്നു ഹാജിബിന്റെ വാക്കിനെ തൊട്ട്. ഇബ്നു ഹാജിബ് എന്താ പറഞ്ഞത്? മുസമ്മയാത്തിഹി എന്ന ആമിന്റെ മുസമ്മയാത്ത് അത് മാറ്റിയിട്ട് ഇവിടെ ഖസ്റുൽ ആമി അലാ ബഅദി അഫ്റാദിഹി എന്നല്ലേ കൊടുത്തതെന്ന. അപ്പൊ ഈ മുസമ്മയാത്തി ഇബ്നു ഹാജിബ് പറഞ്ഞത് അത് മാറ്റിയിട്ട് എന്തെങ്ങനെ കൊടുത്തതെന്ന. അതിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല. കാരണം ലിഅന്ന മുസമ്മൽ ആമി വാഹിദുൻ,
കാരണം ആം എന്നതിന്റെ മുസമ്മ ഒന്നാണ്. ആം എന്നതിന്റെ മുസമ്മ ഒന്നാണല്ലോ. പിന്നെ മുസമ്മയാത്തി എന്തിനു പറയണം? ആമിന്റെ മുസമ്മ ഒന്ന്. അതേതൊക്കെ പറയാൻ പറ്റുമോ? ആ പറയാൻ പറ്റുന്നൊരു ദാത്താവാണല്ലോ മുസമ്മ. ആ മുസമ്മ ഒന്നാണ്. ഓ, അതേതാണ്? കുല്ലുൽ അഫ്റാദ്, എല്ലാ ഫർദുകളും ഉൾപ്പെടുന്ന ഒന്നാണ് ആമ്. അതൊന്നാണ്. അപ്പൊ അതുകൊണ്ട് കസ്റുൽ ആമി അലാ ബഅദ അഫ്റാദി എന്ന് പറഞ്ഞു. പിന്നെ മുസമ്മയാത്തി എന്ന് പറയേണ്ട ആവശ്യമില്ല, രണ്ടും ഒന്ന് തന്നെയാണല്ലോ എന്നാ. ശരി. അപ്പൊ ചില ഫർദുകൾക്ക് ഒഴിവാക്കി ചില ഫർദുകളെ മേൽ മാത്രം ഈ ആമിനെ ഖാസാക്കി. വൽ ഖാബിലു ലഹു, അങ്ങനെ ഈ ഖാസാക്കലിനെ തഖ്സീസിനെ സ്വീകരിക്കുന്നത് അത് ഹുക്കുമുൻ സബത ലിൽ മുതഅദ്ദിദി, ഹുക്കുമുൻ സബത ലി മുതഅദ്ദിദിൻ ലഫ്ളൻ വ മഅനൻ. ലഫ്ളിലും ലഫ്ളിലോ ആകെ എണ്ണമായി പെറുന്ന ഒരുപാട് സംഗതി. ലഫ്ള് നിൽക്കും എണ്ണമായിട്ട് വരാം, അർത്ഥപരമായിട്ടും എണ്ണമായിട്ട് വരാം. ഇങ്ങനെ എണ്ണമായി വരുന്നതിന് സ്ഥിരമായി നിൽക്കുന്നൊരു വിധി ആണ് തഖ്സീസിനെ സ്വീകരിക്കുന്നത്. അപ്പൊ ചില അഫ്റാദിന്റെ മേലിൽ ആമിനെ ഖാസ് ചുരുക്കിയിട്ട് ചില ഫർദുകളാണ് ഒഴിവാക്കി. അപ്പൊ ഈ തഖ്സീസിനെ സ്വീകരിക്കുന്ന അത് യഥാർത്ഥത്തിൽ എന്താണ്? എണ്ണമുടയതിന് സ്ഥിരമായി നിൽക്കുന്ന വിധിയാണ്. എണ്ണമുടയതിന് പറ്റുന്നൊരു വിധി അത് ഇതിന് മാത്രം ബാധകമാണ്, മറ്റേതില്ല എന്നാക്കി തീർക്കലാണ്. ഈ എണ്ണമുടയത് വരിക എന്ന് പറഞ്ഞാൽ ലഫ്ളം നൽകും വരാം, മഅനം നൽകും വരാം. എന്നിട്ട് അതിന് ഉദാഹരണം ശേഷം പറയുന്നുണ്ട്. കൽ മഫ്ഹൂമി എന്ന് കൊടുത്തിട്ട് പിന്നെ പറയുന്നത് മഫ്ഹൂം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാണല്ലോ. ഒരു പദം പറഞ്ഞു കഴിഞ്ഞാൽ അതേതിന്റെ മേൽ അറിയിക്കുന്നുവെങ്കിൽ അതിനാൽ കിട്ടുന്നൊരർത്ഥമുണ്ടല്ലോ മഫ്ഹൂം. ഇനി അതിന്ന് മനസ്സിലാക്കി കിട്ടുന്ന ഒന്ന്, അതൊരുപാട് വരാം. ഇനി നോക്ക, വേറെ നബ്ബഹ ബിഹാദ, മുസന്നിഫ് ഇവിടെ പറഞ്ഞത് എന്താ? ഹുക്കുമുൻ സബത ലി മുതഅദ്ദിദിൻ എന്നല്ലേ. ഈ ഒരു വാക്കുകൊണ്ട് ബഹുമാനപ്പെട്ട മുസന്നിഫ് അവർ ഉണർത്തിയത് എന്താ ഇവിടെ? അല അന്നൽ മഖ്സൂസ ഫിൽ ഹഖീഖത്തി അൽ ഹുക്കുമൂന, യഥാർത്ഥത്തിൽ ഇവിടെ ഖാസ് ചെയ്യപ്പെട്ടത് വിധിയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഖാസാക്കപ്പെട്ടത് വിധി എന്നതാണ്. എന്തുകൊണ്ട് മനസ്സിലാക്കി തന്നു? ഹുക്കുമുൻ സബത ലി മുതഅദ്ദിദിൻ എന്ന് പറഞ്ഞപ്പോ തിരിഞ്ഞത്. പിന്നെ അന്നൽ മുറാദ ബിൽ ആമി ഹുന, തഖ്സീസിന്റെ ബാബിൽ ആമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കും അപ്പൊ അങ്ങനെ മുസ്ലിം പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ്. അന്നൽ മുറാദ ബിൽ ആമി ഹുന, നമ്മുടെ തഖ്സീസിന്റെ ബാബിൽ ആം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ എന്താ അറിയോ? അപ്പോ നമ്മുടെ ഈ ബാബില് ആം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മഹദൂദ്, മുമ്പ് പറഞ്ഞതുകൊണ്ട് നമ്മൾ കണക്കാക്കിയതിനേക്കാൾ ഉള്ളതാണ്, അതിനേക്കാൾ ആമായതാണ് ആം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില ഫർദുകള് ചില അഫ്രാദ് ഒഴിവാക്കി എന്നൊക്കെ നമ്മളിങ്ങനെ പറയുന്നുണ്ടല്ലോ, അതൊന്നുമില്ല. അതിന്റെ അപ്പുറം എത്രയുണ്ടോ അതൊക്കെ ഈ വാവിൽ ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. പിന്നെ നമ്മൾ ലഫ്ള് നൽകും മുതഅദ്ദിദ്, മഅന നൽകും മുതഅദ്ദിദ് എന്ന് പറഞ്ഞല്ലോ. ഫൽ മുതഅദ്ദിദു ലഫ്ളൻ, ലഫ്ള് നൽകുള്ള മുതഅദ്ദിദിന്റെ ഉദാഹരണം എങ്ങനെ നോക്കാം? ഫഖ്തുലുൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളെ നിങ്ങൾ കൊന്നുകളയണം എന്ന് ഖുർആനിൽ ഒരു വചനമുണ്ട്. അതിൽ മുശ്രിക്കീന എന്നുണ്ട്. ഏതെല്ലാം വിവാഹത്തിൽപ്പെട്ടാലും ശിർക്ക് ചെയ്യുന്നവരാണോ അവർ മുശ്രിക്കുകളല്ലേ, അപ്പൊ അവരെ കൊന്നുകളയണമെന്ന്. അപ്പൊ മുശ്രിക്ക് എന്ന് പറഞ്ഞ ഒരു ബഹുവചന, അതായത് ആമായ ഒരു പദമാണ്. എല്ലാം അതിൽ ഉൾപ്പെട്ടു, ശിർക്ക് ചെയ്യുന്ന ആളുകൾ എന്നാണ്. എങ്കിൽ അവരൊക്കെ കൊല്ലണം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ചില ആൾക്കാരെ കൊല്ലാൻ പാടില്ല. ഇസ്ലാമിക അധീനതയിൽ
ഇസ്ലാമിന് വേണ്ടി നികുതി അടച്ചുകൊണ്ട് ജീവിക്കുന്ന കാഫിറും ഉണ്ടെങ്കിൽ അഖില കിതാബികളായ ദിമ്മിയെ അതുപോലത്തെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊല്ലാൻ പാടില്ല. ആ വിധിയിൽ നിന്ന് അവർ പുറത്താ. അവ എല്ലാവർക്കും ബാധകമായി നിൽക്കുന്നൊരു വിധിയാണ് കൊല്ലുക എന്നുള്ളത്. ആ കൊല്ലുന്ന വിധിയിൽ ഇത്തരം ആളുകളെ മാറ്റി നിർത്തിയിട്ട് അല്ലാത്ത മറ്റു അഫ്രാദുകളുണ്ട് മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ, അവർക്കാണ് ആ വിധി ബാധകം. ഇതുപോലെ ലഫ്ളൻ നൽകും മുത്തഅദ്ദിദ, അതിന് പറയാൻ പറ്റുന്നു എന്നല്ലേ പറഞ്ഞത്. അതിന് പറ്റുന്ന വിധിയും അത് മഅന നൽകി വരാം, ലഫ്ള് നൽകി വരാം. ഇനി മഅന നൽകി വന്ന മുത്തഅദ്ദിദിന് ഉദാഹരണം കമഫ്ഹൂമി ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, മാതാപിതാക്കളോട് ഉഫിൻ ചെയ്യുന്നില്ല വാക്ക് നീ പറയരുത് എന്ന. ഇവിടെ ഉഫിൻ എന്ന് പറഞ്ഞാൽ അർത്ഥപരമായിട്ട് ചിന്തിച്ച് ഏതെല്ലാം വാക്കുണ്ടോ അതൊക്കെ ഉഫിൽപ്പെടും. മിൻസായിരി അൻവായിൽ ഈദാ, ഉമ്മ വാപ്പയെ ബുദ്ധിമുട്ടാക്കുന്ന ഏതെല്ലാം ഇനങ്ങളുണ്ടോ അതൊക്കെ ഉഫിൽപ്പെടും. എങ്കിൽ ആ ഉഫിൽ നിന്ന് ഒഴിവാക്കുക എന്ത്? വഹുസ്സമിന്നു ഹബ്സുൽ വാലിദി ബിദൈനിൽ വലദി, ഉപ്പ മകന് കടം വീട്ടാനുണ്ടായിരിക്കെ മകന് കൊടുക്കേണ്ട പൈസ ഉപ്പ കൊടുത്തില്ല എങ്കിൽ മകന്റെ കടത്തിന് പകരം ഉപ്പയെ തടവിലിടാം. അങ്ങനെ പറ്റുമെന്നൊരു അഭിപ്രായം വസാൽ ഇമാമിനും അല്ലാത്തവരും സഹിയാക്കി പറഞ്ഞ അഭിപ്രായമാണ്. ആ നിയമപ്രകാരം ഉഫിൻ എന്ന അർത്ഥത്തിൽ നിന്ന് ഈ ഒരു അർത്ഥത്തെ മാറ്റി നിർത്തുന്നു. ഇങ്ങനെയാണ് ലഫ്ളൻ നൽകും മഅന നൽകും മുതഅദ്ദിദ് എന്ന് പറഞ്ഞത്. അതിന് സ്ഥിരമായി വരുന്ന വിധി എന്നാണ് തഖ്സീസിനെ സ്വീകരിക്കുന്ന അങ്ങനെയാണ്. അപ്പൊ നമ്മൾ തഖ്സീസാ പറഞ്ഞത്. ആ മൊത്തത്തിൽ തഖ്സീസ് എന്ന് പറഞ്ഞാല് ആമായതിനെ ചില ഫർദുകളുമേൽ ചുരുക്കി മറ്റു ഫർദുകൾ ഒഴിവാക്കുക. തഖ്സീസിനെ സ്വീകരിക്കുന്നത് എണ്ണമുടയതിന് സ്ഥിരമായൊരു വിധിയാണ്. അതാണ് ഇപ്പൊ നമ്മളൊന്ന് പ്രതിപാദിച്ചത്. ഇൻഷാ അല്ലാഹ് ഇനി ഉസ്താദ് അവർകൾ ഇത് ചെക്ക് ചെയ്തിട്ട് എന്താ വേണ്ടി ചെയ്താൽ മതി. ബാക്കി നമുക്ക് തുടരാം ഇൻഷാ അല്ലാഹ്. ഇത് സാമ്പിളിന് വേണ്ടി തുടങ്ങിയതാണ്. അല്ലാഹു നമ്മെ ഖബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.